313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ ഖുലഫാഉർ റാഷിദുകൾ, ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിൽ തന്നെ ഏറ്റവും പ്രമുഖരായ ആളുകളാണ്. അവരെ ഒരു വിലയുമില്ലാതാക്കി കളഞ്ഞു ഒറ്റ വരി കൊണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സ്വഹാബത്തിന് നിങ്ങൾ ചീത്ത പറയരുത്. ഇപ്പം ഇത് പാടുമ്പോൾ ഇവർക്ക് എന്താ പ്രശ്നം എന്ന് അറിയാം? പാടിയിട്ട് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല. ഒരു കാരണം എന്താ വെച്ചാൽ കുറേ ആളുകൾ യഥാർത്ഥ സലഫിയത്തിലേക്ക്, യഥാർത്ഥ ഇസ്ലാമിലേക്ക് വരികയാണ്. ഇത് സമസ്ത മുസ്ലിയാക്കന്മാർ പാടുകയാണല്ലോ. അപ്പോൾ ആളുകൾ എന്താണ് സലഫിയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ബേജാറ്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവർ വരികയാണ്. അല്ലാതെ ഇവർക്ക് ദീനിനോട് കൂറുണ്ടായിട്ടൊന്നുമല്ല. ആദ്യം നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷം വിഷയത്തിലേക്ക് ഒരു പാട്ടാണ്. സുന്ദുസി മടവൂര് സിദ്റപ്പൂവേ, സിദ്റത്തുൽ മുൻതഹ കടന്നവരെ, സുന്നത്തും കിതാബും ലയിച്ചവരെ, സദാശിവം നൂറുത്ത ജല്ലിയിൽ കമാലേ. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 1000 ശംസുല്ലുലമക്ക് പകരം എന്റെ സ്വാഹിബിന്റെ രൂപം മതി നിങ്ങൾക്ക്. കേട്ടല്ലോ, പാട്ടിൽ ബദരീങ്ങളെ വളരെ നിസ്സാരമാക്കുന്ന വരികളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ വിശുദ്ധ ഖുർആനിൽ പോലും ബദർ എന്ന് പറയുന്ന ആ യുദ്ധവും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനുമൊക്കെ സത്യാസത്യ വിവേചന ദിവസമെന്നും ഖുർആനെക്കുറിച്ചുമൊക്കെ പറഞ്ഞ ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ബദരീങ്ങളെക്കുറിച്ച് അത്രയും പ്രാധാന്യമുള്ളത് തന്നെ കോഴിക്കോട് ഏതൊരു കാലഘട്ടത്തിൽ ജനിച്ച് സാധാരണക്കാരനായി മരിച്ചു പോയൊരു വ്യക്തിയെ ഈ ബദരീങ്ങളോട് ബദരീങ്ങളെക്കാൾ എന്ത് ചെയ്യാണ്, വാഴ്ത്തപ്പെടുകയാണ്. എന്താണ് ഈ ബദരീങ്ങൾ നിസ്സാരമാക്കുന്ന ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്? ഇത് സംഭവം എന്താ വെച്ചാൽ CM മടവൂരിനെ പുകഴ്ത്തുകയാണ്. അപ്പോൾ അതിന് പുകഴ്ത്തുന്ന ബദരീങ്ങളെക്കാളും വലിയാണ് സൂഫിസത്തിൻ്റെ ഒരു ഏറ്റവും വൃത്തികെട്ട മുഖമാണ് ശരിക്കും ഈ എഴുത്തുകൾ കാണുന്നത് വെച്ചാൽ. അവരുടെ കണ്ണിൽ സൂഫിസം എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ പ്രവാചകന്മാരെക്കാളും മുകളിലാണ് അവരുടെ കണ്ണിൽ. ഇപ്പോൾ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെ ശരിക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ പ്രവാചകൻ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാചകൻ്റെ കൂടെ നിന്ന് പ്രവാചകൻക്ക് ശരീരം കൊടുത്ത് ജീവൻ കൊടുത്ത് ബലിയർപ്പിച്ച് പ്രവാചകനെയും ഈ മതത്തെയും സംരക്ഷിച്ച മഹാന്മാരായ മനുഷ്യന്മാരാണ് ബദരീങ്ങൾ. സ്വഹാബത്ത് മാത്രമാണ് ആ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ. പ്രവാചകനാണ് ഒന്നാമത്തെ വ്യക്തി, പ്രവാചകൻ കഴിഞ്ഞുള്ള ബാക്കിയുള്ള സ്വഹാബത്ത് അവരെ നിസാരവൽക്കരിക്കുകയാണ്. ഇപ്പോൾ 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി എന്ന് CM മടവൂർ പറഞ്ഞു എന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ബദരീങ്ങൾക്കൊരു വിലയില്ല, അതിനേക്കാളൊക്കെ എത്രയോ പവറുള്ള ആളാണ് ഇപ്പോൾ CM മടവൂർ എന്നാണ് പറയുന്നത്. അപ്പോൾ ബദരീങ്ങൾ അത്രമേൽ നിസാരമാക്കുന്ന ഒരു വാചകമാണ്. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബദർ യുദ്ധം എന്ന് പറയുന്നത് ബദറിലേക്ക് പോകുന്ന രംഗം അത് യുദ്ധത്തിന് വേണ്ടി പോയതല്ല. നമുക്ക് ആ ചരിത്രം അറിയില്ല, യുദ്ധത്തിന് വേണ്ടി പോയതല്ല. അവർ അബൂ സുഫിയാൻ്റെ യാത്രാ സംഘം പോകുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ പോയതാണ്. പിന്നീട് യുദ്ധത്തിലേക്ക് അത് പോകുന്നത് ഒരു വഴി ഖുറൈശികൾ യുദ്ധത്തിലേക്ക് വരുന്നു. ആയിരക്കണക്കിന് മനുഷ്യർ, അവർ വലിയ കുതിരകളും ഒട്ടകങ്ങളൊക്കെ ആയിട്ട് അവർ വലിയ ആയുധ സന്നാഹങ്ങളൊക്കെ വരുന്നൊരു ഘട്ടത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പോയിന്റിൽ സ്വഹാബത്തിനോട് ചർച്ച ചെയ്യണം, ഇനി എന്ത് ചെയ്യണം, നമ്മൾ യുദ്ധത്തിലേക്ക് ഇറങ്ങണോ, എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് വേണമെങ്കിൽ നമ്മൾ യുദ്ധത്തിൽ ഒരുങ്ങിയിട്ടില്ല, നമ്മൾ തിരിച്ചു പോകാമെന്ന് പറയാമായിരുന്നു. പക്ഷെ അതല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിന്ന് പ്രവാചകർ ഈ ആർത്തിരുമ്പുന്ന ഈ കടലിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാലും നബിയെ കൂടെ ഇറങ്ങിത്തരും, അങ്ങേക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ കൂടെ വരും എന്ന് പറഞ്ഞ് പ്രവാചകൻ്റെ മനസ്സ് നിറയുന്ന വാക്കുകൾ പറഞ്ഞ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്ത് പ്രവാചകനെയും മതത്തെയും സംരക്ഷിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്. ആ കൈകൾ ഉയർത്തി ആകാശങ്ങളെ കൈകളുയർത്തി പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അൻജിസ് മാ വഅദ്തനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ഫലാ തുഅബദ ഫിൽ അർളി അബദ. അല്ലാഹുവേ, ഈ യുദ്ധം നിർണായകമാണ്, ഈ യുദ്ധത്തിലെങ്ങാനും പരാജയപ്പെട്ടാൽ എൻ്റെ കൂടെയുള്ള ഈ സ്വഹാബത്തെങ്ങാനും ഇവിടെ മരിച്ചുപോയാൽ പിന്നെ നിന്നെ ആരാധിക്കുന്ന ഒരാൾ ഈ സമൂഹത്തിൽ ബാക്കിയുണ്ടാകും. കാരണം അത്ര കുറഞ്ഞ ആളുകൾ മാത്രം ഇസ്ലാമിലുണ്ടായിരിക്കെ അവർ വളരെ കുറഞ്ഞ പേർ, 3 ഇരട്ടി ആളുകൾ ശത്രുക്കൾ വരുന്ന അത്ര ഒരു വലിയൊരു യുദ്ധം നിർവഹിച്ച ആളുകളാണ് ഈ ബദരീങ്ങളെന്ന് പറയണത്. മാത്രമല്ല അതിൽ പങ്കെടുത്ത ആളുകളൊക്കെ സ്വഹാബികളാണല്ലോ, സ്വാഭാവികമായിട്ടും പ്രവാചകനെ കണ്ട വിശ്വസിച്ച ആളുകളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും നല്ല സമൂഹം എന്ന് പറയുന്നത് എൻ്റെ സ്വഹാബത്താണ്, എൻ്റെ കൂടെ ജീവിച്ച എൻ്റെ തലമുറയാണ് ഏറ്റവും നല്ല സ്വഹാബത്ത് അല്ലെങ്കിൽ ഏറ്റവും നല്ല തലമുറ എന്ന് പറയുന്നത്. ഖുർആൻ എടുത്തു പറഞ്ഞു റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ട മനുഷ്യരാണ്
എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ ആളുകളാണ് ഈ സ്വഹാബത്ത്. അപ്പോൾ സ്വഹാബത്ത് അടങ്ങുന്ന സ്വഹാബത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാണ് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ, ഖുലഫാഉർ റാഷിദുകൾ, ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിൽ തന്നെ ഏറ്റവും പ്രമുഖരായ ആളുകളാണ്. അവരെ ഒരു വിലയുമില്ലാതാക്കി കളഞ്ഞു ഒറ്റ വരി കൊണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സ്വഹാബത്തിന് നിങ്ങൾ ചീത്ത പറയരുത്. ഫലൗ അന്ന അഹദുക്കും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബൻ, നിങ്ങളിൽ ഒരാൾ ഒരു ഉഹുദ് പർവ്വതത്തിൻ്റെ അത്ര നിങ്ങൾ സ്വർണം ചിലവഴിച്ചാലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു, എൻ്റെ സ്വഹാബത്തൊരു കൈക്കുമ്പിളിൽ കൊടുക്കുന്ന ഒരു സ്വതക്കക്ക് പോലും അതിന് പകരമാവുകയില്ല. കാരണം നിങ്ങളൊരു ഉഹദ് പർവ്വതത്തിൻ്റെ അത്ര കൊടുത്താൽ പോലും എൻ്റെ സ്വഹാബത്തിനൊപ്പം എത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ ആളുകളാണ് സ്വഹാബത്ത്. ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിൽ കാണാം, മാ തഉദ്ദൂന അഹ്ല ബദരിൻ ഫീക്കും, നിങ്ങൾ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളെക്കുറിച്ച് നിങ്ങൾ കണക്കാക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, മിൻ അഫ്ദലിൽ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങൾ ഏറ്റവും അഫ്ദലായ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികളാണ് ഈ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പറയാണ്, കദാലിക മൻ ഷഹിദ ബദറൻ മിനൽ മലായിക, ബദറിൽ പങ്കെടുത്ത മലക്കുകൾ അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മലക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായവരാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകൾ, മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാണ് ബദറിൽ പങ്കെടുത്ത സ്വഹാബത്ത് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നടക്കുന്ന സംഭാഷണം ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. മറ്റൊരു സംഭവം കാണാം. ഒരിക്കൽ പ്രവാചകൻ്റെ അടുക്കലേക്ക് ഉമ്മു ഹാരിസ റളിയല്ലാഹു അൻഹ വന്നു. പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ നബി അല്ലാഹ് അലാ തുഹദ്ദിസുനി അൻ ഹാരിസ, ഹാരിസ റളിയല്ലാഹു അൻഹു ബദറിൽ വെച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഷഹീദായ സ്വഹാബികളിൽ ഒരാളാണ്. അപ്പോൾ ഉമ്മ ഹാരിസ അവിടെ ഉമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, നബി എൻ്റെ മകനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? വഖാന ഖുത്തില യൗമ ബദർ അസാബഹു സഹുമുൻ ഹുർബുൻ, അവർ ബദർ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ വ്യക്തിയാണ്. അവർക്കൊരു അമ്പേറ്റ് അവർ മരണപ്പെട്ടു പോയി. അവരെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫൈൻ ഖാന ഫിൽ ജന്നത്തി സ്വബർത്തു, സ്വർഗത്തിലാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ക്ഷമിക്കും നബിയെ. അതല്ല വൈൻ ഖാന ഗൈറ ദാലിക ഇജ്തഹത്തു അലൈഹി മിനൽ ഫിൽ ബുക്ക, അവരെങ്ങാനും അതങ്ങനെയല്ല സ്വർഗത്തിലല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാൻ മനംനൊന്തു കരയും പ്രവാചകരെ എന്ന് പറഞ്ഞ് പ്രവാചകൻ്റെ അടുക്കലേക്ക് ഉമ്മ വരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമ്മ ഹാരിസ ഇന്നഹ ജിനാനും ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരുപാട് തോട്ടങ്ങളുണ്ട് ഉമ്മ ഹാരിസ. വ ഇന്ന ഇബ്നക്കി അസോബൽ ഫിർദൗസൽ ആല, ബദറിൽ പങ്കെടുത്ത് ഷഹീദായ നിൻ്റെ മകൻ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിലാണുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ പങ്കെടുത്ത് ഷഹീദായ ഒരു സ്വഹാബിയെക്കുറിച്ച് പറയുന്ന ഒരു വാചകമാണത്. മറ്റൊരു ഹദീസ് കാണാം, ധാരാളം ഹദീസുകളുണ്ട്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഅല്ലല്ലാഹ ഇത്തലഅ ഇലാ അഹ്ലി ബദർ, ബദറിൽ പങ്കെടുത്ത ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ നിരീക്ഷിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് വജബത്തു ലക്കുമുൽ ജന്ന, നിങ്ങൾ ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചു കൊള്ളുക, നിങ്ങൾക്ക് സ്വർഗ്ഗം നിർബന്ധമാണ്. ബദറിൽ പങ്കെടുത്ത ആളോട് പറയാണ്, നിങ്ങൾ ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോളൂ, നിങ്ങൾക്ക് സ്വർഗ്ഗം നിർബന്ധമാണ്. മറ്റൊരു പ്രയോഗം ഇങ്ങനെയാണ്, ഫഖദ് ഗഫർതു ലക്കും, നിങ്ങൾക്ക് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കൂല, അവർ തിന്മയും ചെയ്യൂല, അള്ളാഹ്ക്കെതിരെ ചെയ്യൂല. പക്ഷെ എന്നാൽ അള്ളാഹ് കൊടുക്കണം, അവരെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ അവരുള്ള ശ്രേഷ്ഠത വിളിച്ചോതുന്ന ഒരു പ്രധാനപ്പെട്ട ഹദീസ്, അല്ലെങ്കിൽ സ്വർഗ്ഗം നിർബന്ധമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഈ ഹദീസ് പറയുന്നത് ഹദീസിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ ഒരു അടിമ വന്നിട്ട് പ്രവാചകനോട് പരാതി പറയണം. ഞാൻ കുറഞ്ഞ സംഭവങ്ങൾ പറയാം. ഒരു സ്വഹാബി വന്നിട്ട് ഒരു അടിമ വന്നിട്ട് പ്രവാചകനോട് പരാതി പറയണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യജമാനൻ ഹാത്തിബിനെ കുറിച്ചാണ് പരാതി. അദ്ദേഹം കുറച്ച് വൈകാരികമായി സംസാരിച്ചത് പറഞ്ഞില്ല, യദ്ഖുലന്ന ഹാത്തിബുന്നാർ, ഹാത്തിബ് നരകത്ത് പ്രവേശിക്കും, എന്നെ അത്രയും പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കദബ്ത ലാ യദ്ഖുലുഹ, ഹാത്തിബ് ഒരിക്കലും നരകത്ത് കടക്കൂല. കാരണം ഫഇന്നഹു ഷഹിദൽ ബദ്റ, കാരണം ഒരു ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്, ആ സ്വഹാബി ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നരകത്ത് കടക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ഇങ്ങനെ സ്വഹാബത്തിൽ ബദറിൽ പങ്കെടുത്ത ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാനോളം പുകഴ്ത്തി, അവർ സഹായിച്ച ആ വാക്കുകൾ, അവർ നടത്തിയ പ്രയോഗങ്ങൾ, അവരുടെ പ്രവൃത്തികൾ, പ്രവാചകൻ്റെ കൂടെ നിന്ന കാര്യത്തെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തുന്നു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പുകഴ്ത്തുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ പുകഴ്ത്തുന്നു. ഇങ്ങനെയൊക്കെ പുകഴ്ത്തി പറഞ്ഞ ആളുകളെക്കാളും വലിയൊരാളാണ് ഈ അടുത്ത കാലത്ത് ജീവിച്ചു പോയ CM മടവൂർ എന്ന് പറഞ്ഞാൽ. ഇവർ 313 പ്രവാചകൻ അടക്കമുള്ള ഈ ബദരീങ്ങളെ പകരക്കാരനാണെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതിനേക്കാളും വലിയൊരു വൃത്തികേട് കുഞ്ഞൊരു മനുഷ്യൻ പറയാനില്ല. ഇവർ വാചകങ്ങളിലൂടെ കടത്തിക്കൂട്ടുന്ന ഏറ്റവും ഗൗരവപ്പെട്ടൊരു വാചകമാണിത്. എന്നാൽ ഈ ബദരീങ്ങളെക്കുറിച്ച് അതി കടന്ന് പറയുകയും ചെയ്യരുത്. ഇദ്ദേഹം പറഞ്ഞത് ബദരീങ്ങളെ കുറിച്ചല്ല, CM മടവൂരിനെ കുറിച്ചാണ്. എന്നാൽ ഇത് പറഞ്ഞ് ഇവർക്ക് മഹത്വമുണ്ട്, വലിയ ആളുകളാണ് എന്ന് പറഞ്ഞ് പിന്നെ അള്ളാഹിനെ പോലെ ആക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞില്ല, തുത്തുറൂനി കമാ അത്തുറത്തിൻ നസ്വറ ഇബ്ന മറിയം, നിങ്ങൾ പറഞ്ഞു പുകഴ്ത്തി എന്ത് ചെയ്യരുത്, ഈസാ നബിയെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തുന്ന പോലെ അമിതമായി എന്നെ പ്രശംസിക്കരുത്. ഫഇന്നമാ അന അബ്ദു, ഞാനൊരു അടിമയാണെന്ന് പറയണം. അതേപോലെ തന്നെ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്,
അവൻ്റെ ദൂതനാണെന്ന് പറയൂ എന്ന് പറഞ്ഞാൽ പ്രവാചകർക്ക് അർഹിക്കുന്ന കാര്യങ്ങളാണ് പ്രവാചകനെക്കുറിച്ച് പറയേണ്ടത്. ബദരീങ്ങളെക്കുറിച്ചും സ്വഹാബത്തിനെക്കുറിച്ചും അർഹിക്കുന്ന കാര്യങ്ങൾ പറയണം. ഏതൊരു മനുഷ്യനെക്കുറിച്ചും അയാൾക്കുള്ളതും അർഹിക്കുന്ന കാര്യമാണ് പറയേണ്ടത്, അതിന് കടന്നു പറയരുത്. ഇത് ബദരീങ്ങളെക്കുറിച്ച് പോലുമല്ല, സാധാരണ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു ബദരീങ്ങളെക്കാളും. കാരണം ഇവർ ഔലിയാക്കളുടെ കഥ കേട്ടാൽ മാലിയും മൗലൂദൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അള്ളാനെ തോൽപ്പിക്കണ ഔലിയാക്കളാണ്, അള്ളാനെ പേടിപ്പിക്കണ ഔലിയാക്കളാണ്. അവരെ ഔലിയാക്കളെ കണ്ടാൽ അള്ള പേടിച്ചു പോകും. ആ ജാതി ഔലിയാക്കളെക്കുറിച്ചാണ് ഇവർ കഥ പറയാറുള്ളത്. ഏതായിരുന്നാലും ഈ വാചകം അതിഗൗരവവും ഗുരുതരവുമായൊരു വാചകമാണ്. ഇതൊരു വിശ്വാസികൾ ഈ പാട്ട് ഇദ്ദേഹം മുൻപ് ഇതേപോലത്തെ ഏതൊക്കെയോ പാട്ട് എഴുതിയൊരു വ്യക്തിയാണ്. ഇപ്പോൾ സി എം മടവിനെ കുറിച്ച് പടച്ചോനാണോ എന്ന് ചോദിച്ചാൽ അങ്ങ് പടച്ചോനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു എന്താ പറയുക, വായക്ക് തോന്നുന്നു കൊതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ ഇതിന് തോന്നുന്നു പാടുന്ന യാതൊരു ലക്കുലഗാനില്ലാത്തൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനെതിരെ പണ്ഡിതന്മാർ അത് കണിശമായി അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട്. ഇതിൽ നടക്കുന്ന കണ്ടൻറ്റ്, അതാണ് പ്രധാനം, ഈ വ്യക്തിയല്ല പ്രധാനം. അതിൽ നടക്കുന്ന കണ്ടൻറ്റിനെ ഇവിടെ സമസ്ത ആശയത്തെ അംഗീകരിക്കുന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെ. പക്ഷേ സലഫി, ഈ വിഷയത്തിൽ സംസ്ഥയിൽപ്പെട്ട രണ്ട് സംസ്ഥയിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനു പ്രതികരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഈ മുസ്ലിയാരെ പോലെ ധാരാളക്കണക്കിന് മുസ്ലിയാക്കന്മാർ ദീനിൻ്റെ അടിത്തറയെ തകർക്കുന്ന കുഫറും ഷിർക്കും പാടി എഴുതി നടക്കുകയാണ്. ഇതേ വാദങ്ങളാണ് നൗഷാദ് ഹസനെയും കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുറേ മുസ്ലിം, ഇപ്പോൾ യൂട്യൂബും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ആർക്കും എന്തും പറയാം. അപ്പോൾ ഈ പറയുന്ന ഈ കുഫറിൻ്റെ ദീന് പൊളിക്കുന്ന അതേപോലെ തന്നെ ഈ മുസ്ലിയാക്കന്മാർ പറയുന്നതൊക്കെ സമസ്തയുടെ അടിസ്ഥാനം അതാണ്. ഇവിടെ പറഞ്ഞ പോലെ മുഷ്താഖ് അൽ ഹിക്കമി പറഞ്ഞ പോലെ സൂഫിസത്തിൻ്റെയും സമസ്തയുടെ അടിസ്ഥാനം അതാണ്. ദീനിനെ അഥവാ അമ്പിയ ഔലിയാക്കന്മാരെ അല്ലെങ്കിൽ മഹത്തുക്കളെ അവരുദ്ദേശിക്കുന്ന ആളുകളെ കണക്കില്ലാതെ പുകഴ്ത്തി പറഞ്ഞ് അള്ളാഹുവും റസൂലും എന്തെല്ലാം വിലക്കിയോ അതിനെല്ലാം വകവെച്ച് കൊടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ളത്. അതാണ് അവരെ അടിസ്ഥാനം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ AP സമസ്തയിൽപ്പെട്ട പണ്ഡിതന്മാരും EK സമസ്തയായിട്ട് ഏത് സമസ്തക്കാരായിട്ട് പണ്ഡിതന്മാർ ഇയാൾക്കെതിരെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട്. സത്യത്തിൽ അവർക്കത് പറയാനുള്ള ഒരു അവകാശമില്ല. അവർ കാരണം സമസ്തയുടെ അസിൽ അതാണ്, അവരുടെ അടിസ്ഥാനം അതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ ഈ മാല കിതാബുകളിലാകട്ടെ ഇവരുടെ ഗ്രന്ഥങ്ങൾ സൂഫി കിതാബുകളിലൊക്കെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പടച്ചോനേക്കാൾ വലിയ ഷെയ്ഖുമാർ ഒരുപാട് ഈ മൗലിദ് കിതാബുകളിലൊക്കെ ഒരുപാട് കഥകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു വലിയൻ്റെ മോദി ഷെയ്ഖിൻ്റെ ഒരു കുട്ടി മരണപ്പെട്ടു പോയി. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓല മാലയിൽ പറയുന്ന അസ്രായിൽ എന്ന് പറഞ്ഞാൽ മലക്കൽ മൗത്ത് എന്നാണ് ശരിക്ക് റൂഹിനെ പിടിക്കുന്ന മലക്കിൻ്റെ അസ്രായിൽ എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കിയ സൂഫി കഥകൾ വന്ന പേരാണ്. ഏതായിരുന്നാലും ആ പേര് തന്നെ ഉപയോഗിക്കണം. അസ്രായിൽ കുട്ടിനെ റൂഹ് പിടിച്ചുകൊണ്ട് അള്ളാൻ്റെ കൽപ്പന പ്രകാരം ചെയ്തതാണ്. അങ്ങനെ ഈ സ്ത്രീ വന്ന് മോദി ഷെയ്ഖിനോട് പരാതിപ്പെട്ടു, ഷെയ്ഖ് എൻ്റെ കുട്ടിനെ റൂഹിനെ പിടിക്കുന്ന മാണിക്കക്കല്ലായിരുന്നു. അപ്പോൾ മോദി ഷെയ്ഖ് എന്നോട് പറയാതെ ആരെ റൂഹിനെ പിടിച്ചു? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം അള്ളാൻ്റെ ഖദർ പ്രകാരം മലക്കൽ മൗത്ത് റൂഹിനെ പിടിച്ച് മോദി ഷെയ്ഖ് ചോദിക്കണം അത്രേ. മോദി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചിട്ടില്ല, മാലയിലുള്ള മോദി ഷെയ്ഖ് എന്നോട് പറയാതെ എൻ്റെ കുട്ടിയുടെ റൂഹിനെ പിടിക്കാൻ ആരാ അധികാരം കൊടുത്തത്? അങ്ങനെ അസ്രായിൽ ഇങ്ങനെ ഈ കൊട്ടയിൽ ഇങ്ങനെ റൂഹിനെ കൊണ്ടുപോകണം. അങ്ങനെ അത് മോദി ഷെയ്ഖ് ആ കൊട്ട തട്ടി അന്ന് പിടിച്ച റൂഹുകളൊക്കെ രക്ഷപ്പെട്ടു. ഉഗാണ്ടിൽ നിന്ന് പിടിച്ചതും പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചു, ഇന്ത്യയിൽ നിന്ന് പിടിച്ചു, എല്ലാം രക്ഷപ്പെട്ടു. അങ്ങനെ അസ്രായിൽ ഓല വശി പറഞ്ഞ അസ്രായിൽ അള്ളാഹിനോട് പരാതി പറയണം, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അള്ളാഹു ചോദിക്കുകയാണ്. അത് ആരാ ചോദിച്ചെന്നറിയോ? ഞാൻ എന്നെ ഹൗസയെന്ന് വിളിക്കുന്ന ആളാണ്, അള്ളെന്നെ ഹൗസയെ സഹായമേന്ന് വിളിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒന്ന് ചോദിച്ചാൽ ഒന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളതൊക്കെ പോകുകയെന്ന് ചോദിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗുണദോഷിച്ച് വിട്ടു. അപ്പോൾ അള്ള പോലും പേടിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കുന്ന കാര്യങ്ങൾ പോലും ചോദ്യം ചെയ്യുന്ന ഷെയ്ഖുമാരെയാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹിനെ ചോദ്യം ഷെയ്ഖുമാർ. അതുപോലെ തന്നെ പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശ്വാസം എന്താ? പ്രവാചകന്മാർ ഇവിടെ ശരീഅത്ത് പഠിപ്പിക്കാമെന്ന ആൾക്കാരാണ്. ശരീഅത്താണ് നിസ്കാരം, നോമ്പ്, അതേപോലെ തന്നെയുള്ള ദീനിയായ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവർ ഔലിയാക്കന്മാർക്ക് അതൊന്നുമില്ല. ഒരു നിസ്കരിക്കൂല. അവർക്ക് 40 ദണ്ട് എന്നൊക്കെ പറഞ്ഞ് നിസ്കരിക്കാൻ നടക്കും. അവർ നോമ്പനുഷ്ഠിക്കൂല, കുളിക്കൂല, നനക്കൂല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ ഒരു ഹക്കീക്കത്താണ്. നമുക്കറിയില്ല, മനസ്സിലാവില്ല. അതിനൊക്കെ ഒരു ഉള്ളറകളുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താണ് സമയത്ത് പോലും നിസ്കാരത്തിൻ്റെ കാര്യം, ജമാഅത്തിൻ്റെ കാര്യം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആവലാതിപ്പെടുകയാണ്. പക്ഷെ ഇവർ നിസ്കരിക്കില്ല. അപ്പോൾ ഇവർ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇവരുടെ മശായിഖുമാരെ കുറിച്ച്. മശായിഖുമാർ പറയണത് ഈ ഖുൽനാ ബഹ്റൻ വഖഫൽ അംബിയാഉ ബിസാഹിലിഹി, അഥവാ ഹക്കീക്കത്താകുന്ന
ആ വലിയ ആഴമുള്ള കടലിൻ്റെ വക്കത്ത് പേടിച്ചുകൊണ്ട് അതിലേക്ക് ഇറങ്ങാൻ പറ്റാതെ പേടിച്ചുകൊണ്ട് പ്രവാചകന്മാരൊക്കെ അവിടെ നിന്നു. പ്രവാചകന്മാർക്ക് പേടിയാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ. പക്ഷേ ഞങ്ങൾ മശായിഖ്മാരായിട്ടുള്ള ഞങ്ങൾ, ഈ ഔലിയാക്കന്മാരായിട്ടുള്ള ഇവരെ ഈ പറയും സീമോടനെ പോലെയുള്ള ആളുകൾ അവരെന്തായി ഈ കടലിലേക്ക് ഇറങ്ങി അതിൻ്റെ മുത്തും പവിയങ്ങളും അതിൻ്റെ അഗാധതയും എല്ലാം മനസ്സിലാക്കിയ ആൾക്കാർ ഞങ്ങളാണ്. പ്രവാചകന്മാരൊക്കെ അത്ര ബാക്കിലാണ്. ഇതാണ് ഇവിടെ ഔലിയാക്കന്മാർ. അപ്പോൾ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ യഥാർത്ഥ ഔലിയാക്കളാണ് ഈ പറയപ്പെട്ട ഈ ബദരീങ്ങളും ഉഹുദീങ്ങളൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കൾ എന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയധികം ഇപ്പോൾ ഇവിടെ മുഷാഖിലേക്ക് പറഞ്ഞു ബദരീങ്ങളുടെയും ഉഹുദീങ്ങളുടെയൊക്കെ ഫضل. ഈ ഫضലെല്ലാം പറയപ്പെട്ട ആളുകളെക്കുറിച്ചാണ് ഈ ഒരു കോഴിക്കോട് ജീവിച്ച ഒരു ചിറ്റടി മീറ്റൽ അബൂബക്കർ CM മടവൂർ എന്ന് പറയുന്ന കോഴിക്കോട് മടവൂർ എന്ന പ്രദേശത്ത് ജീവിച്ച ഒരു മുസ്ലിയാർ. അയാൾ കുറേ പഠിച്ചിരുന്നു, ദർസിലൊക്കെ ഓതി. പിന്നെ അയാൾക്ക് ഒരു പ്രത്യേക അവസ്ഥയിലെത്തി, ഭ്രാന്തമായ അവസ്ഥയിൽ അങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രമല്ല അയാൾ പിന്നെ സ്വന്തം രോഗം വന്ന് അദ്ദേഹത്തിന് പ്രഷർ ഷുഗറൊക്കെ കൂടിയിട്ട് അതിൻ്റെ കാലിൻ്റെ വിരൽ മുറിച്ച് മാറ്റണം ഡോക്ടർമാർ പറഞ്ഞു എന്നാണ്. അപ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ ഒരു രോഗം പോലും നിയന്ത്രിക്കാൻ അയാൾക്ക് കഴിയണില്ല. അങ്ങനെ അയാൾ മാരകമായ രോഗം വന്നിട്ട് മരിക്കേണ്ട സമയത്ത് മരിച്ചുപോയി. പക്ഷെ അയാളാണ് ഇന്ന് ലോകം നിയന്ത്രിക്കുന്നു എന്നാണ് പറയുന്നത്. പറഞ്ഞ് CM മടവൂർ പടച്ചവനാണ് ഇവിടെ പറഞ്ഞ ചങ്ങായി പാടിയതാണ്. അതിനെ അംഗീകരിച്ചു പല സമസ്ത മുസ്ലിംമാർ. എന്താ പടച്ചവനാണെന്ന് പറയുന്നത്, പടച്ചവൻ കൊടുത്ത കൈകൊണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പോലും ന്യായീകരിച്ചു. അദ്ദേഹം മുദബ്ബിറുൽ ആലമാണ്, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആളാണ്. ആര്? ഇയാൾ. സ്വന്തം ശരീരത്തിലെ ചുളി വരുന്നതും നര വരുന്നതും പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത നിസ്സാരനായ മനുഷ്യൻ, അങ്ങനെ മാരകമായ രോഗം വന്നൊരു സമയത്ത് മരിച്ചുപോയ മനുഷ്യൻ, ആ മനുഷ്യനാണത്തെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത്. അനെ മുദബ്ബിറുൽ ആലം, ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് അയാൾ എഴുതി വെച്ചു. അത് ഈ കണ്ട സമസ്തക്കാരൊക്കെ അംഗീകരിക്കണമാണ്. ഓൽക്കതില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓല അസില അതാണ്. അപ്പോൾ എങ്ങനെ ഞാൻ പറയുന്നത്, പേരോട് ഉസ്താദും അതേപോലെയുള്ള ആളുകളൊക്കെ ഈ മുസ്ലിയാർക്കെതിരെ സംസാരിക്കും എന്ന് മാത്രമല്ല, ഇയാൾക്ക് ദീനിൻ്റെ ഒരു നിർദ്ദേശവും ബാധകമല്ല. നിസ്കരിക്കില്ല, നോമ്പനുഷ്ഠിക്കില്ല. നോമ്പനുഷ്ഠിച്ച് ഇയാളെടുത്ത് വന്ന ആൾക്കാരെ അയാൾ നോമ്പ് മുറിപ്പിച്ചു എന്നാണ്. അതേപോലെ തന്നെ ഇയാൾ സ്വർണ്ണമോതിരം ധരിക്കും, സ്വർണം ധരിക്കും, ആണുങ്ങൾക്ക് ഹറാമാണ്. അങ്ങനെ ശരീഅത്തിൻ്റെ ഒരു നിയമവും പാലിക്കാതെ ഭ്രാന്തനായി നടന്ന മനുഷ്യനാണ് ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത്, ഇന്നെല്ലാം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? വലാ തക്കിൽനി ഇലാ നഫ്സി ത്വറഫതൈൻ. അല്ലാഹുവേ, കണ്ണിമ വെട്ടുന്ന സമയം പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കില്ല. എൻ്റെ കാര്യം, ലോകത്തിൻ്റെ കാര്യമല്ല, എത്ര സമയമല്ല, 2 മണിക്കൂറല്ല, കണ്ണിമ വെട്ടുന്ന സമയം പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിച്ച പടച്ചോൻ അവതാളത്തിലായി പോയി എൻ്റെ കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട റബ്ബേ, നീ തന്നെ ഏറ്റെടുക്കണമെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് ഈ ഭ്രാന്തനായിട്ടുള്ള അയാൾക്ക് എന്തും പറയാം, അയാൾക്ക് ബുദ്ധി പോയി എന്നാണ് അയാളെക്കുറിച്ച് അറിയുന്ന ആളുകൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സമസ്തക്കാർക്ക് ഏത് വിഭാഗമായിട്ട് ഇതിനെ എതിർക്കാൻ കഴിയൂല. കാരണം അസിലതാണ്. കാരണം അവരുടെ മാല കിതാബുകളിൽ ഇപ്പോൾ മോദി ഷെയ്ഖിനെ കുറിച്ച് എന്താ പറയുന്നത്? അലമു ഇൽമല്ലാഹി വഹ്സി ഹുറൂഫഹു വഅലമു മൗജൽ ബഹരി കംഹു വ മൗജതി വഅലമു നബതൽ അർളി കംഹു വ നാബിതുൻ വഅലമു റംയൽ അർളി കംഹു വ റംലതി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമുകൾ, അള്ളാഹുവിൻ്റെ അറിവുകൾ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൽഫബറ്റ്സ് എത്ര ഉണ്ടെന്ന് എനിക്കറിയാം. റസൂലുള്ളാഹിക്ക് അറിയും, റസൂലുള്ളാഹിക്ക് അറിയില്ല. അപ്പോൾ റസൂലുള്ളാഹിനെക്കാണി മുകളിലാണ് ആര്? മോദി ഷെയ്ഖ്. അതാണ് ഇവരുടെ അസിൽ. അതാണ് അള്ളാഹിൻ്റെ ഇൽമിൻ്റെ ആൽഫബറ്റ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാം. അതേപോലെ തന്നെ എത്ര കടലിൽ എത്ര തിരമാലകളുണ്ടെന്ന് എനിക്കറിയാം. ഭൂമിയിൽ എത്ര മരങ്ങളുണ്ട്, ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ട് എന്ന് എനിക്കറിയാം എന്നാണ് മോദി ഷെയ്ഖിനെ കുറിച്ച് പറയുന്നത്. മോദി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞിട്ടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് മാത്രമല്ല, നൂഹ് നബി അലൈഹി സ്വലാമയുടെ കപ്പൽ ഞാൻ അനേ കുന്തു നൂഹിൻ ബി അലാ സഫീനത്തിൻ ബിഹാറും തൂഫാനൻ അലാ കഫി കുതിരത്തി. നൂഹ് നബി രക്ഷപ്പെട്ടത് എൻ്റെ കയ്യിലായിക്കൊണ്ടാണ്. അള്ള പറയണ വഹമൽനാഹു അലാ ദാത്തി അൽവാഹി വദുസിർ, പലകകളും മാണികമുള്ള കപ്പലിൽ ഞാൻ രക്ഷപ്പെടുത്തിയത്. മോദി ഷെയ്ഖ് അറിയണം, ഞാൻ രക്ഷപ്പെടുത്തിയത്. അതേപോലെ തന്നെ ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയത് ഞാനാണ്, എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. ഇസ്മായിലിനെ അറക്കണ സമയത്ത് ആരുണ്ട്? അപ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിൽ എത്രയോ വർഷം കഴിഞ്ഞ് ജനിച്ചൊരു മനുഷ്യന് ഈ പ്രവാചകന്മാരുടെ കൂടെ ഉണ്ട്. ആ പ്രവാചകന്മാർക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കണം. കാരണം ഓർക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയണില്ല. പ്രവാചകന്മാരെ സഹായിക്കാൻ ഇദ്ദേഹം വന്നിരിക്കണം. അപ്പോൾ പ്രവാചകന്മാർക്ക് മുകളിലാണ്, പ്രവാചകന്മാരിലേക്ക് മുകളിലാണ്. ഇതാണ് സമസ്തയുടെ മാലക്കിതാബുകളും പാളക്കിതാബുകളും ഉള്ളത്. പിന്നെ എങ്ങനെ സമസ്ത മുസ്ലിയാക്കന്മാർക്ക് ഇതിനെ എതിർക്കാൻ കഴിയും? അതുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ആദ്യം മാലക്കിതാബും ഈ പാളക്കിതാബും ഒഴിവാക്കി അഹ്ലുസുന്നയുടെ അസിലേക്ക് വരി. കാരണം നിങ്ങളിവിടെ ഉണ്ടാകും 100 നൂറ്റാണ്ട് കാലമായി, അല്ലെങ്കിൽ പിന്നെ ഈ കേരളക്കരയിൽ നിങ്ങൾ പഠിപ്പിച്ചു വിട്ടുള്ള കുഫറും ഷിർക്കും അത് കുറച്ചു കാലം ജനങ്ങൾ കൊണ്ടിടുന്നു.
ഇപ്പം ഇത് പാടുമ്പോൾ ഇവർക്ക് എന്താ പ്രശ്നം എന്നറിയാം, പാടിയിട്ട് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല. ഒരു കാരണം എന്താ വെച്ചാൽ കുറേ ആളുകൾ യഥാർത്ഥ സലഫിയത്തിലേക്ക്, യഥാർത്ഥ ഇസ്ലാമിലേക്ക് വരികയാണ്. ഇത് സമസ്ത മുസ്ലിയാക്കന്മാർ പാടുകയാണല്ലോ. അപ്പോൾ ആളുകൾ എന്താണ് സലഫിയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ബേജാറ്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവർ വരികയാണ്. അല്ലാതെ ഇവർക്ക് ദീനിനോട് കൂറുണ്ടായിട്ടൊന്നുമില്ല. നമ്മളത് പിന്നെ എന്താണ്, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഈ ജാതി കുഫറും ഈ സി എം അടവറിനെ കുറിച്ചല്ലല്ലോ, ഇവരെല്ലാ മുദീഷനെ കുറിച്ച് റിഫായി ഷീനെ കുറിച്ചൊക്കെ വല്ല എഴുതിയിട്ടുണ്ട്. അപ്പോൾ സി എം അടവിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ പറയാൻ പാടില്ല എന്നും ഈ മാല കിതാബുകൾ ഇതാകും കേട്ടോ. ഇതിന് ഇയാൾക്ക് മറുപടി പറഞ്ഞ മുസ്ലിയാക്കന്മാർക്ക് നൗഷാദേസിന് മറുപടി പറഞ്ഞ മാല കിതാബ് പറഞ്ഞുകൊണ്ടാ എങ്ങനെ തള്ളാൻ പറ്റുമോ, എന്താ ഓൻ പാടിയിൽ എന്താ കുഴപ്പം, ഓൻ പാടിന് എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുപടിയാണ്. അതുകൊണ്ട് ഈ സമസ്തയുണ്ടാക്കി ചീട്ട് കൊട്ടാരം ഒക്കുൽ ജാ അൽ ഹഖ് വസഹ്കൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക, ബാത്തിൽ തകരാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ നിന്നും വിഗ്രഹങ്ങളെ തച്ചു നിർത്തുന്ന സമയത്ത് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്തിൽ തകരാനുള്ളതാണ്, ബാത്തിൽ നിലനിൽപ്പില്ല. അതുകൊണ്ട് ഈ മാല കിതാബും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇസ്ലാമിൻ്റെ അഹ്ലുസുന്നയുടെ അസിലേക്ക് വന്നാൽ നിങ്ങൾക്ക് വരെ എതിർക്കാം, തടയിടാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും കാര്യങ്ങൾ ഇവിടെ വളരെ വ്യക്തമാണ്. പക്ഷേ പൊതു സമൂഹം, ദീനിൻ്റെ വക്താക്കൾ കൃത്യമായി പ്രമാണബദ്ധമായി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിലും നമുക്ക് പറയാനുള്ളത്.